ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോവാം കേട്ടോ. ഇപ്പോൾ ഒരു 5-6 ദിവസമായി തോന്നണല്ലേ ചെറിയ വീഡിയോയിലും ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. നമ്മുടെ വാച്ച് അവർ കൂടണില്ല, ഇപ്പോഴും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനപ്പം ഇതിന് മുൻപ് ഒരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കുറച്ച് പേരൊക്കെ കണ്ടിട്ടാവും. ഇവിടെ രാവിലെ കിച്ചണിൽ അമ്മയാണ് കേട്ടോ കയറാറ്. അപ്പോൾ എനിക്കങ്ങനെ സുഡുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് വല്ലപ്പോഴാണ് അങ്ങനെ ചാൻസൊക്കെ കിട്ടാറ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചു, ഇന്ന് രാവിലെ ഞാൻ കയറിക്കൊണ്ട് കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. ഇവിടെ തല്ലുപിടിയാണേ. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് കിച്ചണിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സുടുമോൻ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ അത് സുടുക്കുട്ടനെ അവിടെ ഇരുന്നിട്ട് നമുക്ക് പോയി ചെയ്യലൊന്നും നടക്കില്ല. അപ്പോൾ ഒരാൾ എന്തായാലും ഫുൾ ടൈം സുടുമോൻ്റെ അടുത്ത് ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും സുടുമോൻ്റെ അടുത്തിരുന്നു, ഞാൻ കിച്ചണിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ 3 പേരുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നില്ലെങ്കിൽ അച്ചാച്ചനും നമ്മൾ ഈ പറഞ്ഞ പോലെ അന്വേഷിച്ച് പിടിച്ച് നടക്കേണ്ടി വരും. ഇവിടേക്കൊക്കെ പോയിട്ട് അച്ചാച്ചനൊന്നും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും മമ്മിയും തന്നെയാണ് കേട്ടോ ഈ കിച്ചണിലായാലും. ഒന്നില്ലെങ്കിൽ സുടുമോൻ്റെ അടുത്ത് അമ്മ ഇരിക്കും, ഒന്നില്ലെങ്കിൽ ഞാനിരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കേട്ടോ ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. സുഡുവിനെ നമുക്കിപ്പോൾ അവിടെ കിടക്കണ കുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ ഇങ്ങനെ കുന്തുകാല് മേലെ ഇരിക്കണ കാരണം കൊണ്ട് ചിലപ്പോൾ മുട്ടുകുത്തിയൊക്കെ എണിട്ട് നിൽക്കൂട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഫിക്സ് വന്ന് മറിഞ്ഞു വീഴും. അതാണ് ഈ പില്ലൊക്കെ ഇട്ട് ഇരുത്തണത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ അടുത്തുനിന്ന് മാറാനായിട്ട് തീരെ പറ്റില്ല കേട്ടോ. അതാണ് അങ്ങനെ കെടുത്തി നമുക്കൊന്നും പോയി ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ആരും ഇല്ലാത്ത അന്ന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ പായ കൊണ്ടിട്ടിട്ട് ചുറ്റും തലോണ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാനൊക്കെ ചെയ്യാറ്. അപ്പോൾ അവനെ എടുത്ത് കൊണ്ടുപോയി പായയൊക്കെ ഇട്ട് തലോണയൊക്കെ വെച്ചിട്ടാണ് അവിടെ കെടുത്തും. അപ്പോൾ അപ്പോഴും ഞാൻ എപ്പോഴും നോക്കണം, എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുടുക്കൂട്ടനെ അപ്പോഴും നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളൂ. എന്നാലും എൻ്റെ തൊട്ടടുത്ത് കിടത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കേട്ടോ. എന്നാലും എൻ്റെ നോട്ടെത്തുമല്ലോ. ഹാളിൽ കിടത്താന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നേരെ ചെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടില്ല. കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെച്ചത് നാളികേരമൊക്കെ അരച്ച് വെച്ചത് നമ്മുടെ ചേമ്പും താളിട്ട് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ട് അതിൽ പിന്നെ ഒഴിച്ചത് ചേമ്പുങ്കാൾ താള് കറി നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കർക്കിടക മാസമൊക്കെ അല്ല, അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മരുന്ന് ഇതൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മാസത്തിലൊക്കെ നമ്മൾ ചേമ്പിൻ്റെ താളൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പും ചക്കക്കുരും അങ്ങനെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനിടയിൽ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പെയിൻറ്റിങ്ങുകാർക്ക് കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബാലൻസ് കാപ്പി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടി ഓരോ ഗ്ലാസ് കൂടി കുടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി കുടിക്കാനായിട്ട് ചേമ്പിൻ്റെ താളുകറിയും ഉള്ളിത്തോരനും ചെറുപയറും പപ്പടമാണ് കേട്ടോ കഞ്ഞിക്കിന്ന്. ഇതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടൻ നോക്കി ഹാളിൽ ഇരുന്നപ്പോൾ കവറൊക്കെ പിടിച്ചിരുന്ന് നല്ല കളിയിലാണ് കേട്ടോ. അന്നൊരു കുറുമ്പുണ്ടായില്ല കേട്ടോ. ഇത് കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അപ്ലോഡ് ചെയ്യാനോ എനിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാനോ ഒന്നിനും നേരം കിട്ടിയില്ല. അപ്പോൾ ഞാനപ്പോൾ അത് ഇന്നാണ് ചെയ്യണത് കേട്ടോ. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത്. ഇന്ന് പറ്റുമെന്ന് വിചാരിക്കണത് മിക്കവാറും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സുടുക്കൂട്ടം കണ്ട എന്തനുസരണയിലായിരുന്നു കളിക്കുന്നത് നോക്കിയാൽ കവറൊക്കെ പിടിച്ചിരുന്ന് നമുക്ക് ഒരാൾക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് സുഖമായിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ശാന്തതയാണ് കേട്ടോ. പക്ഷേ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് അവൻ്റെ മൈൻഡ് പെട്ടെന്ന് ഇങ്ങനെ മാറും കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ഇപ്പോൾ ഈ കവറിലാണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ അതിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് പെട്ടെന്നായിരിക്കും ആ ഒരു മൈൻഡ് പെട്ടെന്ന് മാറാം. ആരെങ്കിലും ഇപ്പോൾ അവൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവൻ പിന്നെ ഈ കവർ മറന്ന് കവർ അവിടെ താഴെയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവൻ്റെ അടുത്തൂടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെ അവൻ നമ്മളെ വീളിയും തെളിയും ഇതൊക്കെ തുടങ്ങും അവൻ. അപ്പോൾ അവൻ്റെ അടുത്ത് അവനെ കാണാത്ത പോലെ നമ്മൾ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ആ ടേബിളിൻ്റെ അവിടെ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴും
സുടുക്കൂട്ടൻ ഇങ്ങനെ എന്നെ അപ്പോൾ ശ്രദ്ധിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മരുന്ന്, പിന്നെ ഇങ്ങനെ രാത്രി ഒന്നാമത്തെ കാര്യം ഉറക്കമില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റസ്ക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രം ഇതെടുത്ത് കൊണ്ടുപോയതാണ് കേട്ടോ. രാത്രി ഉറക്കൊളിച്ചിരിക്കുന്ന ആളും കഴിക്കണം, സുടുക്കൂട്ടനും എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അങ്ങനെ റസ്കോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കും കേട്ടോ. വൈകിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റണില്ല കേട്ടോ. വെളുപ്പിനായിരിക്കും അവൻ കിടന്നുറങ്ങുക. ചിലപ്പോൾ 4:30, വെളുപ്പിന് 4:30 കിടന്നുറങ്ങുക, ചിലപ്പോൾ 5:30. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ എണീക്കുമ്പോൾ ലേറ്റോ. അതാണ് എനിക്ക് കിച്ചണിൽ അങ്ങനെ കയറാനായിട്ട് പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ഉറക്കൊളിച്ചിരിക്കണത്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ പറ്റില്ലല്ലോ ഉറക്കൊളിച്ചിരിക്കാനായിട്ട്. അപ്പോൾ അമ്മയൊക്കെ നല്ലപോലെ കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ, അപ്പോൾ അമ്മ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇവിടെ കിച്ചണിൽ. കാരണം എനിക്ക് ഉറക്കമില്ല. അപ്പോൾ ഞാൻ വെളുപ്പിനാണ് പിന്നെ ഞാൻ ഉറങ്ങണത്. സുടുണ്ട് വെളുപ്പിന് ഉറങ്ങണ കാരണം കൊണ്ടാണ് കേട്ടോ എനിക്കാനായിട്ട് തീരെ പറ്റാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 6:30 ചില ദിവസം 5:30 വെളുപ്പിന് ഉറങ്ങാം. അപ്പോൾ ആ ഒരു ഉറക്കമാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ ഒരു 8:30 വരെയും അവനൊന്ന് കിടന്നുറങ്ങും. ആ ഒരു സമയത്താണ് ഞാനും നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങണത് കേട്ടോ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ അമ്മയാണ് അമ്മയ്ക്ക് അപ്പോൾ ഉറക്ക ക്ഷീണം നിൽക്കണില്ലല്ലോ. അമ്മയൊക്കെ രാത്രി ഉറങ്ങണുണ്ട്. അപ്പോൾ അമ്മ രാവിലെ കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചണിൽ ചെയ്യുന്ന വീഡിയോസ് ആയാലും ഞാൻ ഇട്ടാനായി പരമാവധി. ഇതിപ്പോൾ ഉറക്കം അങ്ങനെ നിൽക്കണ കാരണം കൊണ്ട് നമുക്ക് ഒന്നിനും പറ്റണില്ല. പിന്നെ രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഉറങ്ങണില്ലല്ലോ. പിന്നെ അവൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കണ കാരണം കൊണ്ട് പിന്നെ അതിനിടയിൽ ഞാൻ ഓരോ ഷോർട്സ് എങ്ങനെയാണ് കിട്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടണുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. നമുക്ക് വാച്ച് ഓവർ അങ്ങോട്ട് കൂടണില്ല.